ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ഒരുങ്ങിക്കെട്ടിപ്പോകുന്നത് കോർക്കിലേക്കാണ് ഗൈസ്. ഇന്ന് ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളുടെ കൂടെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. പോകുന്ന വഴിക്കെല്ലാം വണ്ടി നിർത്തി നല്ല സീനറീസ് എൻജോയ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ വഴിയിൽ കണ്ടൊരു സ്ഥലമാണിത്. ഒരു ടൂറിസ്റ്റ് സ്പോട്ടൊന്നും അല്ലെങ്കിൽ പോലും ഞങ്ങളെ അങ്ങോട്ടേക്ക് എന്തോ മാടി വിളിച്ചു. അവസാനം ഞങ്ങൾ അങ്ങോട്ട് പോയി നോക്കി ഗൈസ്. ഒരു ചെറിയ അരുവി, അതിന് മുകളിൽ കൂടെ ഒരു പാലം. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു സ്ഥലമാണിത്. എനിക്ക് ആ സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെട്ടു, എന്നെപ്പോലെ തന്നെ എൻ്റെ കൂടെ വന്നവർക്കും. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ യാത്രയായി. അങ്ങനെ നമ്മൾ മെയിൻ സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്, മൈസൺ ഹെഡ്. ഈ സ്ഥലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എന്നെ ഒരുപാട് ഞെട്ടിച്ചൊരു സ്ഥലമാണിത്. ഇങ്ങനൊരു സ്ഥലം ഭൂമിയിൽ ഉണ്ടോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു സ്ഥലം. സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. ഈ സ്ഥലം കണ്ട് ഞാൻ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആകാശം ഏതാ കടലേതാന്ന് നമുക്ക് തിരിച്ചറിയാനേ പറ്റത്തില്ല, രണ്ടിനും ഒരേ കളറാണ് ഗൈസ്. ഇതെല്ലാം കണ്ട് കിളി പോയി നടക്കുന്ന എന്നെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ബ്രിഡ്ജ് തന്നെയാണ്. ഇത് വളഞ്ഞ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ബ്രിഡ്ജാണ്. ഇതാണ് രണ്ട് മൗണ്ടൻസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഇത്രയും മനോഹരമായ ഒരു സ്ഥലം കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവിടുന്ന് ഒരു ഫോട്ടോ എടുക്കാതെ പോകുന്നത്? എല്ലാവരെയും പോലെ ഞാനും ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു ഗൈസ്. പക്ഷേ നേരിട്ട് കാണുന്ന ആ സ്ഥലത്തിൻ്റെ ഭംഗിയൊന്നും ആ ഫോട്ടോയിൽ എനിക്ക് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് നടന്ന് ഒരു സിഗ്നൽ സ്റ്റേഷനിലേക്കാണ് എത്തിയത്. അവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ ആ ജനാലകളിലൂടെ ഒരു പായ്ക്കപ്പൽ കാണുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നോക്കൂ, ഇതാണ് ആ പായ്ക്കപ്പൽ. ഇതിവിടുത്തെ മറ്റൊരു മെയിൻ സ്പോട്ടാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ സീനറി ഫുൾ നമുക്ക് നന്നായി തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ അവിടെ കണ്ടൊരു ചങ്ങലയാണ് ഗൈസ്. ഇത് എന്തിനുള്ളതാണെന്നോ എന്താണെന്നോ എനിക്കറിയത്തില്ല. അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഇനിയും അവിടെ ഒരുപാട് സ്പോട്ടുകൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ നടന്നുകൊണ്ടേയിരുന്നു. ഇതെല്ലാം അവിടെ കണ്ട സ്വപ്നതുല്യമായ സ്ഥലങ്ങളാണ്. ഈ മലകളിലെല്ലാം തന്നെ പിങ്ക് നിറത്തിലും വെള്ള നിറത്തിലുമുള്ള പല പല ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ഭയങ്കര ഭംഗിയായിരുന്നു അത് കാണാനായിട്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ക്ഷീണിച്ച് പട്ടിയായി ഗൈസ്. വിശന്ന് വലത്തി നമ്മൾ ഫുഡ് കഴിക്കാനായി എത്തി. ഇതാണ് നമ്മൾ അവിടുന്ന് കഴിച്ച ഫുഡ്. അവിടുന്ന് നമ്മൾ നേരെ കോബിലേക്ക് യാത്രയായി. പോകുന്ന വഴിയിൽ കണ്ട ഒരു ബീച്ചായിരുന്നു ഇത്. കോഫി കുടിക്കാനായി നമ്മൾ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയതാണ്. അവിടെ കണ്ട ഒരു അമ്മൂമ്മയുടെ പ്രതിമയാണിത്. ഇതെന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ അമ്മൂമ്മയുടെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു. കണ്ടോ ഗൈസ്? കുറച്ചു നേരം അവിടെ നിന്ന് റെസ്റ്റ് എടുത്ത ശേഷം ഞങ്ങൾ പിന്നെയും യാത്രയായി. അവസാനം നമ്മൾ കോബിലെത്തി. അയർലൻഡിലെ കോർക്ക് എന്ന കൗണ്ടിയിലെ ഒരു പോർട്ടാണ് കോബ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിദത്തമായ തുറമുഖങ്ങളിൽ ഒന്നാണിത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷനിൽ ഒന്നാണ് ഈ ചർച്ച്. പിന്നെ ഈ പല നിറങ്ങളിലുള്ള വീടുകളും. ടൂറിസ്റ്റുകൾ വന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു മെയിൻ സ്പോട്ടാണിത്. ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ടൈറ്റാനിക് കപ്പലിൻ്റെ അവസാന നിമിഷങ്ങൾ ഇവിടെയാണ് എന്നാണ് അറിയപ്പെടുന്നത്. ടൈറ്റാനിക് കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് പോകുന്നതിന് മുന്നേ അവസാനമായി നിർത്തിയിട്ട ഒരു പോർട്ടാണിത്. ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അവസാനം സൺസെറ്റും കണ്ടു, നമ്മൾ അമ്പിളി അമ്മാവനെയും കണ്ടു. ഈ സ്ഥലങ്ങളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്.